യിലെ രാജാവായിരുന്ന ഭീഷ്മകന്റെ പുത്രിയാണ് ആര്? രുക്മിണി എന്ന് പറയുന്നത്. 5 സഹോദരന്മാരും ഒരു സഹോദരിയും. ഈ സംഖ്യക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഇതിൽ ഒരു സഹോദരൻ രുക്മിണിയോടൊപ്പം ഇരട്ട പ്രസവിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ്. അമ്മയുടെ വയറ്റിൽ ഒരേ സമയത്ത് ജനിച്ചിട്ടുള്ള സഹോദരനാണ്. രുക്മി എന്നാണ് പേര്. ഇവിടെ പെൺകുഞ്ഞിൻ്റെ പേരെന്താ? രുക്മിണി എന്നും പേരിട്ടു. സാധാരണഗതിയിൽ നമ്മൾ പറയും ഈ ഇരട്ട പ്രസവിച്ചവർക്ക് സ്വഭാവം ഒരുപോലെ ആയിരിക്കും, രൂപമൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലേ. കുറേയൊക്കെ സ്വഭാവത്തിലും രൂപത്തിലുമൊക്കെ ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ ചിലപ്പോൾ തിരിച്ചറിയാൻ തന്നെ മാറിപ്പോകും. ആണോ അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് സാധാരണ പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെയല്ല, വൈരുദ്ധ്യമാണ്. രുക്മിണി എന്താണോ അതിൻ്റെ നേരെ വിപരീതമാണ് ആര്? രുക്മി എന്ന് പറയുന്നത്. അപ്പം വിദർഭയിലെ രാജാവിൻ്റെ പുത്രനായി ജനിച്ചു. രുക്മിണി ആകട്ടെ കുട്ടിക്കാലത്ത് തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും സദ്ഗുണങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഇങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് വരികയാണ്. അങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് ഈ കൊട്ടാരത്തിൽ രാജാവിനെ കാണാൻ വേണ്ടി വരുന്ന ഈ ദേശാടനമൊക്കെ ചെയ്തു വരുന്ന മഹാത്മാക്കളുണ്ട്. അവരൊക്കെ രാജാവിനെ കാണാൻ വരുന്ന സമയങ്ങളിലൊക്കെ രുക്മിണിയും ഈ രാജ്യസദസ്സിൽ പോയി ഇരിക്കാറുണ്ട്. അങ്ങനെ ഈ വരുന്നവരൊക്കെ ഈ അന്നത്തെ കാലത്ത് ഇന്നത്തെ കണക്ക് മാധ്യമങ്ങളോ പത്രങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന വൃത്താന്തങ്ങളൊക്കെ ഈ യാത്ര ചെയ്ത് വരുന്നവർ വന്ന് പറഞ്ഞാണ് അറിയുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് വരുന്നവർ വരുമ്പോൾ വിദർഭയിലെ രാജാവായിട്ടുള്ള ഭീഷ്മകൻ ചോദിക്കും, ലോകത്ത് എന്തൊക്കെയാണ് വൃത്താന്തങ്ങൾ, വാർത്തകളൊക്കെ പറയാൻ പറയും. അങ്ങനെ പറയുന്ന സമയത്ത് ഇവരൊക്കെ ആദ്യം പറയുന്നത് എന്താ? കൃഷ്ണനെ കുറിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ആ കൃഷ്ണൻ കംസനെ വധിച്ചു, കൃഷ്ണൻ അതിനു മുമ്പായിരുന്നു പൂതനയെ വധിച്ചത്, അതിനു മുമ്പായിരുന്നു ഗോവർദ്ധനത്തെ ഉയർത്തി. ഇങ്ങനെ കൃഷ്ണനെ കുറിച്ചിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്നത് ആര് കേൾക്കാറുണ്ട്? രുക്മിണി അവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ കൂട്ടത്തിലിരുന്ന് കേൾക്കാറുണ്ട്. പക്ഷെ കേട്ട് വന്നപ്പോൾ രുക്മിണിക്ക് കൃഷ്ണനെ കുറിച്ച് മാത്രം കേൾക്കുന്നതിനൊരു താല്പര്യം വർദ്ധിച്ചു. മനസ്സിലായില്ലേ? പിന്നെ രുക്മിണി ഈ നാരദർക്കാണ് ഈ വരുന്നത് യാത്രികരായിട്ട്. നാരദരെ കുറിച്ച് അറിയാലോ, ഭഗവാനെ കുറിച്ച് പറയാൻ നിന്നാൽ പിന്നെ നാരദർക്ക് 1000 നാവാണ്. അപ്പോൾ ആ നാരദർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പോയി കഴിഞ്ഞാൽ പിന്നെ രുക്മിണി കാത്തിരിക്കും വീണ്ടും ആര് വരാൻ? നാരദരൊക്കെ വരാൻ. നാരദർ വരുമ്പോൾ ഓടിച്ചെല്ലും. നാരദരടുത്ത് വന്ന് അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് നാരദരെ എന്നിട്ട് എന്തായി? നാരദരൊക്കെ എന്നിട്ട് എന്തായോ? അതെന്താ? ആദ്യം കാണുമ്പോൾ ചോദിച്ചാൽ അല്ല മറ്റേ പൂതനയെ കൊന്നതിന് ശേഷം എന്തായി? അങ്ങനെ ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത കഥ പറയും, ഷടകാസുന്റെ കഥ പറയും. അത് കഴിഞ്ഞ് വീണ്ടും പോയിട്ട് വരുമ്പോൾ വീണ്ടും ചെന്ന് ചോദിക്കുക എന്നിട്ട് എന്താ? ഇങ്ങനെ ചോദിക്കുക. പിന്നെ നാരദരിൽ നിന്ന് മാത്രമല്ല ആരൊക്കെ വന്നാലും രുക്മിണി വേറെ കഥയൊന്നും പറയാൻ സമ്മതിക്കില്ല. ആരെക്കുറിച്ച് പറയണം? കൃഷ്ണനെക്കുറിച്ച് പറയണം. ഇത് കേൾക്കുന്നതിലൊരു താല്പര്യമാണ്. ഈ താല്പര്യം വന്ന രുക്മിണി പിന്നീടോ ഈ കേട്ടത് മുഴുവൻ തൻ്റെ തോഴിമാരോട് പോയി പറയും. വേറെ ആരെ കിട്ടിയാലും അവരോടൊക്കെ എന്ത് പറയും? അറിഞ്ഞോ? എന്താ? അല്ല കൃഷ്ണനെ അവിടെ കാളിയൻ്റെ മേളിൽ കയറി നടനമാടി ഗോവർദ്ധനം. അപ്പോൾ ഈ കൂട്ടുകാരികൾ പറയണ ഞങ്ങളും ഉണ്ടായിരുന്നല്ലോ ഇത് കേൾക്കാൻ, ഞങ്ങൾ കേട്ടതാ. അല്ല എന്നാലും നിങ്ങൾ കേൾക്കുന്ന പറഞ്ഞ് വീണ്ടും പിടിച്ചിരുത്തി പറയും. അപ്പൊ എത്ര പറഞ്ഞാലും മനസ്സിലായില്ലേ, തൃപ്തി വരാത്തൊരവസ്ഥ ആർക്കായി? രുക്മിണിക്കായി. അപ്പൊ എത്ര കേട്ടാലും തൃപ്തിയില്ല, എത്ര പറഞ്ഞാലും തൃപ്തി വരുന്നില്ല. അങ്ങനെ ഭഗവാന്റെ സ്മരണയിലും ഭഗവാനെ കുറിച്ച് പറയുന്നതിലും മുഴുകി അങ്ങനെ രുക്മിണി മുന്നോട്ട് പോയി. അങ്ങനെ പറഞ്ഞു കേട്ടും രുക്മിണിയിൽ ഒരു അനുരാഗം ഉടലെടുത്തു, ഒരു ഇഷ്ടം. നമ്മളും സ്ഥിരമായി ഏതെങ്കിലും ഒരു കാര്യം കേട്ട് അതിനോടൊരു കേൾക്കാനുള്ള താല്പര്യം കൂടി വന്നാൽ നമുക്ക് അതിനോടൊരു ഇഷ്ടം വരില്ലേ? രുക്മിണിയിലും അങ്ങനെ ഒരു ഇഷ്ടം ഉടലെടുത്തു. ഈ ഇഷ്ടം ഒരു അനുരാഗമായി മാറുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണനെക്കുറിച്ച് അറിയാവുന്ന വൃത്താന്തങ്ങളൊക്കെ കേട്ട് രുക്മിണി സ്വന്തമാക്കി. രുക്മിണിക്ക് ഈ അനുരാഗത്തിൽ രുക്മിണി ഒരു തീരുമാനം എടുത്തു. ആ കൃഷ്ണനെ അല്ലാതെ മറ്റൊരാളെയും തനിക്ക് നേടാനായിട്ട് ഈ ജീവിതത്തിലില്ല. മനസ്സിലായില്ലേ? ഈ ജന്മത്തിൽ നേടാൻ, ഇനി അതല്ല അനേക ജന്മങ്ങളുണ്ടെങ്കിലും ആ ജന്മങ്ങളിലും നേടാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആരാണ്? കൃഷ്ണനാണ്. അത്ര മോഹം ആരോടെത്തി? കൃഷ്ണനോടെത്തി. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാനോട് തന്നെ വേറെ ഒന്നിനോടും മോഹമില്ലാതെ തന്നെ സ്വയം മറന്നുകൊണ്ട് രുക്മിണി ആരെ മോഹിച്ചു? ഭഗവാനെ മോഹിച്ചു. പരമമായ പ്രേമം. നമ്മൾ ഭക്തിക്ക് നിർവചനം പറഞ്ഞില്ലേ? സാധു അസ്മിൻ
പരമപ്രേമ സ്വരൂപ. ആ പരമമായ പ്രേമം ആർക്ക് വന്നു? രുക്മിണിക്ക് ഉടലെടുത്തു. അപ്പൊ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, രുക്മിണിക്ക് യൗവനാവസ്ഥയിലെത്തി. അപ്പൊ യൗവനപ്രാപ്തിയായ രുക്മിണിയുടെ വിവാഹത്തെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങി. അപ്പൊ ഈ ചർച്ചകളൊക്കെ തുടങ്ങുന്ന ഈ വേളയില് രുക്മിണിക്ക് ഭഗവാനോട് അനുരാഗം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ രുക്മിണിയോട് വേറൊരാൾക്ക് അനുരാഗം ഉണ്ടായി, പ്രേമം ഉണ്ടായി. രുക്മിണിയെ സ്വന്തമാക്കാൻ വേണ്ടി ഒരാള് മനസ്സിൽ രുക്മിണിയെ ഇഷ്ടപ്പെട്ട് രുക്മിണിയെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ ഒരാൾ രംഗത്ത് വന്നു. ആരാ? ശിശുപാലൻ. മനസ്സിലായില്ലേ? ഈ ശിശുപാലന് രുക്മിണിയെ കെട്ടണം. അത്ര ഗുണഗണങ്ങൾ തികഞ്ഞ സുന്ദരിയായിട്ടുള്ള ആളാണ് രുക്മിണി. അതുകൊണ്ട് ശിശുപാലൻ ആഗ്രഹിച്ചു രുക്മിണിയെ കെട്ടണം. ശിശുപാലൻ ഈ രഹസ്യം, തനിക്ക് രുക്മിണിയെ കെട്ടണമെന്നുള്ള ആഗ്രഹം, അത് ആരോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സ്വന്തം സഹോദരനായ രുക്മിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. രുക്മിയും ശിശുപാലനും സുഹൃത്തുക്കളാണ്. മനസ്സിലായില്ലേ? സുഹൃത്തിനോട് പറഞ്ഞു, നിന്റെ പെങ്ങളെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. രുക്മിക്കാകട്ടെ ഇത് ഭയങ്കര സന്തോഷമായി. കാരണം ശിശുപാലൻ രുക്മിയുടെ സ്വഭാവത്തിന് ചേർന്ന ആളാണ്. ഈ ഓരോരുത്തർ അവരവരുടെ സ്വഭാവത്തിനോട് ചേരുന്നവരോടാണല്ലോ ചേരുന്നത്, അല്ലേ? തരം തരത്തോട് ചേരും എന്ന് പറയുന്ന കണക്ക് രുക്മിയുടെ സ്വഭാവം എന്താ? തനി മോശപ്പെട്ട സ്വഭാവമാണ് ആർക്കുള്ളത്? രുക്മിക്കുള്ളത്. ശിശുപാലനും അതിൽ നിന്ന് അത്ര മോശമൊന്നുമല്ല. ഈ ശിശുപാലനും രുക്മിയൊക്കെ കംസനും ജരാസന്ധനും ഇവരൊക്കെ സുഹൃത്തുക്കളാണ്. അപ്പൊ ആ ഗുണങ്ങളൊക്കെ ഇവരിലുണ്ട്. അപ്പൊ ശിശുപാലനെ പോലെ ഒരുത്തൻ, തന്റെ കണക്ക് തന്നെ കുഴപ്പക്കാരനായ ഒരുത്തനെ തനിക്ക് കൂട്ടായി കിട്ടിയാൽ രണ്ടുപേരും കൂടി ചേർന്ന നല്ല കേടികളായി മാറാം എന്നുള്ള ധാരണയിലായി ശിശുപാലൻ. ശിശുപാലൻ അന്നേ ഉറപ്പ് കൊടുത്തു, എന്റെ പെങ്ങൾക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ നീ ഒരു സംശയവും വേണ്ട, അത് നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തരും. ശിശുപാലൻ പറഞ്ഞ വാക്കിൽ രുക്മിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാരണം എന്താ? രുക്മിയെ നാട്ടുകാർക്കും മാത്രമല്ല പേടി, വീട്ടുകാർക്കും പേടിയാണ്. മനസ്സിലായില്ലേ? കാരണം മക്കൾ നേരാവണ്ണം അല്ല വളരുന്നതെങ്കിൽ മക്കളെ ആര് പേടിക്കേണ്ടി വരും? ആര് പേടിക്കേണ്ടി വരും? അച്ഛനും അമ്മയും പേടിക്കേണ്ടി വരും. രുക്മിയുടെ കാര്യത്തിൽ ഇത് കൃത്യമാണ്. അന്നേരമാണ് രുക്മിണിയുടെ മനസ്സറിയുന്ന തോഴിമാർ വന്ന് രുക്മിണിയോട് പറഞ്ഞു, രുക്മിണി, നിന്റെ കല്യാണത്തെ കുറിച്ചൊക്കെയുള്ള ചർച്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. രുക്മിണി ചോദിച്ചു, അതെയോ? രുക്മിണിയുടെ മനസ്സിൽ കൃഷ്ണനാണല്ലോ നിൽക്കുന്നത്. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ ജ്യേഷ്ഠൻ ആ ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു. രുക്മിക്ക് മനസ്സിലായി ഇത് അപകടമാണ്. ഇനി തനിക്ക് കൃഷ്ണനോടൊരു ഇഷ്ടമുണ്ട് എന്ന് അച്ഛനും അമ്മയോട് ചെന്ന് പറയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം എന്താ? അച്ഛനും അമ്മയോട് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും രുക്മിയോട് ആലോചിക്കും. മനസ്സിലായില്ലേ? രുക്മി അറിയാതൊന്നും ചെയ്യാൻ പറ്റില്ല. രുക്മിയോട് ആലോചിച്ചാൽ ആ നിമിഷം തന്നെ രുക്മി എന്ത് ചെയ്യും? ശിശുപാലനെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു കൊടുക്കും. അത് മാത്രമല്ല, രുക്മിക്ക് ശിശുപാലനോട് അടുപ്പമുണ്ടെന്ന് മാത്രമല്ല, കൃഷ്ണനോട് ശത്രുതയുള്ള ആളുമാണ്. കാര്യം ദുഷ്ടന്മാർ ഒരിക്കലും ലോകത്താരെ അംഗീകരിക്കില്ല, നല്ലവരെ അംഗീകരിക്കില്ല. മനസ്സിലായില്ലേ? ദുഷ്ടന്മാരെ കണ്ണിൽ ഏറ്റവും മോശപ്പെട്ടതാരാ? നല്ലവരായിരിക്കും. അപ്പൊ ആ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പോംവഴി കാണണം. രുക്മി തൻ്റെ മാതാപിതാക്കളടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിട്ട് അറിഞ്ഞു. എനിക്കൊരു ആഗ്രഹമുണ്ട്, സ്വയംവരം എന്ന സമ്പ്രദായ പ്രകാരം എൻ്റെ വിവാഹം നടത്തണം. ഇവിടെ എന്തിനാണ് രുക്മിണി ഇത് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ, അതുവരെ കേട്ടിട്ടുള്ള അനുഭവം വെച്ച് ഈ സ്വയംവരത്തിൽ എല്ലാ യോഗ്യന്മാരായ ആൾക്കാരെ ക്ഷണിക്കും. മനസ്സിലായില്ലേ? എല്ലാ യോഗ്യന്മാരായ ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ് കൃഷ്ണൻ. അപ്പോൾ ആ കൃഷ്ണനെ ക്ഷണിക്കാതിരിക്കുവോ? പലതരത്തിലുള്ള യോഗ്യതയാണ്. അപ്പോൾ ആ യോഗ്യതയുള്ള കൃഷ്ണനെ ക്ഷണിക്കും. ആ കൃഷ്ണനെ ക്ഷണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും തനിക്ക് ആരെ കഴുത്തിൽ മാലയിടാം? കൃഷ്ണന്റെ കഴുത്തിൽ മാലയിടാം. ഇതാണ് രുക്മിണി സ്വയംവരം മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മാതാപിതാക്കൾ അതെന്തായാലും ആരെ കൊണ്ട് സമ്മതിപ്പിച്ചു? രുക്മിയെ കൊണ്ട് സമ്മതിപ്പിച്ചു. രുക്മിയും വിചാരിച്ചു എന്തായാലും നടക്കട്ടെ. ശിശുപാലൻ ഉടനെ തന്നെ രുക്മിയായിട്ട് ബന്ധപ്പെട്ടു. അല്ലെ, ഈ സ്വയംവരം നടത്തിയാൽ എങ്ങനെയാ? നമ്മൾ തമ്മിൽ പറഞ്ഞത്, അത് നീ പേടിക്കൊന്നും വേണ്ട, സ്വയംവരം എന്നത് അവളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നടത്തുന്നതാണ്, നിനക്ക് തന്നെ കെട്ടിച്ചെടുത്തോളൂ. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നാടൊട്ടുക്കൊരു വാർത്ത അങ്ങ് പരത്തി. രുക്മിണി ആർക്കുള്ളതാണ്? ശിശുപാലനുള്ളതാണ്. ഈ നാടൊട്ടുക്ക് എന്തിനാ ഈ വാർത്ത പരത്തിയെന്ന് ചോദിച്ചാൽ, ശിശുപാലനെ ഭയന്നിട്ട് പിന്നെ ആരും ഇങ്ങോട്ട് വരരുത്.
മനസ്സിലല്ലേ? ജീവനെ പേടിയുള്ളവൻ പിന്നെ പെണ്ണ് കെട്ടാൻ വരുമോ ഇങ്ങോട്ട്? അപ്പം ആദ്യം തന്നെ, കാരണം ശിശുപാലൻ പരാക്രമിയാണ്. മുമ്പേ പറഞ്ഞ രാവണനാണ് ഇവിടെ ശിശുപാലൻ. മനസ്സിലല്ലേ? കംസനല്ല ശിശുപാലനായി വരുന്നത്. ഹിരണ്യകശിപുവായിരുന്ന രാവണനായി ആളാണ് ശിശുപാലനായി ജനിച്ചിട്ടുള്ളത്. ആ ശിശുപാലന് ഭയമുള്ളവരാരും ഇങ്ങോട്ട് വരുത്തില്ല. അപ്പൊ പിന്നെ ആരെ കാണുള്ളൂ? ശിശുപാലനെ കാണുള്ളൂ. ഇനി അഥവാ വേറെ ആരെങ്കിലും വന്ന് അവരെ കഴുത്തിൽ രുക്മിണി മാലയിട്ടാലും ഈ സ്വയംവരം കഴിഞ്ഞാൽ രണ്ടാമതൊരു കടമ്പ കൂടിയുണ്ട്. ആ സമയത്ത് ഈ സ്വയം വരിച്ച ആളിനെ അവിടെ ഉണ്ടായിരുന്നതിൽ ഏതെങ്കിലും ഒരാൾ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയാൽ ആ സ്ത്രീയെ അയാൾക്ക് നേടാം. അങ്ങനെ ഒരു രണ്ടാമത്തെ പാർട്ടുണ്ട് സ്വയംവരത്തിന്റെ പുറകില്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ശിശുപാലന് രുക്മിണിയെ നേടാം. ഇത് രീതിയിൽ ഇങ്ങനെ ഒരു വാർത്തയൊക്കെ പ്രചരിപ്പിച്ചു. ശിശുപാലന് സന്തോഷമായി. ശിശുപാലൻ പുതിയൊരു അന്തഃപുരമൊക്കെ പണിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മണിയറയൊക്കെ തയ്യാറാക്കി. കല്യാണത്തിനുള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തു. കാര്യം ഉറപ്പിച്ചല്ലോ. അങ്ങനെ ഇതെല്ലാം ഉറപ്പൊക്കെ കഴിഞ്ഞു. ശിശുപാലൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി. ഇവിടെ വിദർഭയിൽ വന്ന് തൻ്റെ സുഹൃത്തിനോടൊപ്പം താമസിച്ച്, കാരണം ഒരു കാരണവശാലും രുക്മിണി നഷ്ടപ്പെട്ടു പോകരുത്, അതുകൊണ്ട് ഓരോ ദിവസം വന്ന് രുക്മിയെ ആവേശം കയറ്റിക്കൊണ്ടിരുന്നു. രുക്മി ആകട്ടെ ഈ വിവാഹത്തിന് വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കേണ്ട ചുമതലയൊക്കെ സഹോദരൻ എന്നുള്ളത് താൻ നോക്കിക്കൊള്ളാന്ന് അച്ഛനോട് പറഞ്ഞു. ഈ വിളിക്കേണ്ട പട്ടികയിൽ നിന്ന് കൃഷ്ണനെ അങ്ങ് ഒഴിവാക്കി. മനസ്സിലായില്ലേ? വിളിച്ചാലല്ലേ വരുത്തോളൂ. കൃഷ്ണനെ മാത്രമല്ല, യാദവ കുലവുമായി ബന്ധപ്പെട്ട ഒരുത്തനെയും വിളിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം ഏതെങ്കിലും ഒരാളെ വിളിച്ചാൽ ചിലപ്പോൾ കൃഷ്ണൻ അയാളെ കൂടെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു ജംഗ്ഷനിലോട്ട് പോകുന്നു, അപ്പം വെറുതെ ഇരിക്കുന്ന ഒരു കൂട്ടുകാരൻ പറയാം, എന്നാൽ പിന്നെ ഞാനും വരുന്നു, നമുക്ക് ചുമ്മാ നടന്നിട്ടില്ല എന്നങ്ങാനും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലോ. അതുകൊണ്ട് ആരെയും വിളിക്കേണ്ട, ബലരാമനെയും വിളിക്കേണ്ട, യാദവ പ്രമാണിമാരെ ആരെയും വിളിക്കേണ്ട എന്നാര് തീരുമാനിച്ചു? രുക്മി തീരുമാനിച്ചു. അപ്പൊ കൃഷ്ണൻ വരില്ല, അപ്പൊ ഉറപ്പിച്ചു. അപ്പൊ കൃഷ്ണൻ വരുമെന്ന് വിചാരിച്ചിട്ടാണ് രുക്മിണി തയ്യാറെടുത്തിരിക്കുന്നത്. അവസാനം രുക്മിണി വീണ്ടും ഈ തോഴിമാരിൽ നിന്നൊരു കാര്യം അറിഞ്ഞു. ഈ തോഴിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രുക്മിണിയുടെ അടുത്ത് പോയിട്ട്, മനസ്സിലായില്ലേ, തന്ത്രപൂർവം കാര്യങ്ങളൊക്കെ വശീകരിച്ച് ചോദിച്ചു മനസ്സിലാക്കി രുക്മിണിക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന ചാരപ്പണി ചെയ്യുന്നതെല്ലാം ആരാ? ഈ തോഴിമാരാണ്. അവര് കൃത്യമായിട്ട് പറഞ്ഞു, രുക്മിണി നീ അറിഞ്ഞോ, എന്താ കൃഷ്ണനെ വിളിച്ചിട്ടില്ല, വിളിക്കാത്ത സ്ഥിതിക്ക് എന്തായാലും വരില്ല. രുക്മിണി ആകെ ധർമ്മസങ്കടത്തിലായി. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ, എന്താ രക്ഷാമാർഗം? രുക്മിണി വളരെ വേഗത്തില് എല്ലാ ദിവസവും തൊഴുതാൻ പോകുന്ന ക്ഷേത്രത്തിലെ ആ പൂജാരിയെ പോയി കണ്ടു. ആ ക്ഷേത്ര പൂജാരിയായ ബ്രാഹ്മണ ശ്രേഷ്ഠനെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ മനോരഥം അങ്ങ് സാധിച്ചു തരണം. എനിക്കിങ്ങനെ കൃഷ്ണനോട് ഒരു അനുരാഗമുണ്ട്. കൃഷ്ണനെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ ഈ ജന്മത്തിലല്ല, ഇനി എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ഞാൻ സ്വീകരിക്കില്ല. അങ്ങ് ഇത് പോയി വളരെ വേഗത്തിൽ കൃഷ്ണനെ അറിയിക്കണം. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, കൃഷ്ണൻ ഇതുവല്ലോ അറിയോ? അറിയില്ല, അതുകൊണ്ടാണ് അങ്ങ് ഈ ജോലി ഏൽപ്പിക്കുന്നത്. അങ്ങ് പോയിട്ട് കൃഷ്ണനോട് ചെന്ന് പറയണം, ഇങ്ങനെ രുക്മിണി എന്ന് പറയുന്നത് എനിക്ക് കൃഷ്ണനോടൊരു ഇഷ്ടമുണ്ടെന്നും എന്നെ തന്നെ സ്വീകരിക്കാൻ കൃഷ്ണൻ വരണമെന്നും, കൃഷ്ണൻ വന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കുമെന്നും, ഇനി എത്ര ജന്മങ്ങൾ ഉണ്ടായാലും കൃഷ്ണനെ നേടാ എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഉപേക്ഷിക്കില്ല എന്നുള്ളതൊക്കെ ചെന്ന് പറയണമെന്ന് പറഞ്ഞു. കൂടാതെ ഒരു വലിയ പ്രേമലേഖനം എഴുതി കയ്യിലങ്ങ് കൊടുത്തു. പണ്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ഇതും കൂടെ എഴുതി ഈ ദൂതൻ്റെ കയ്യിൽ കൊടുത്തു. ഇവിടെ നമ്മൾ വാക്ക് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഇവിടെ ഈ രുക്മിണി അയച്ചു എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ എന്നൊരു വാക്കിലാണ് ഭാഗവത്തിൽ പറഞ്ഞത്. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഈ വാക്ക് വെച്ചിട്ട് ഇപ്പോൾ പലരും ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്തോ ജാതീയ തലമാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. പുരാണങ്ങളിൽ ബ്രാഹ്മണൻ എന്ന പദം ജന്മനാ ഉള്ള ജാതി സമ്പ്രദായത്തിൽ വരുന്ന, മനസ്സിലായില്ലേ, ആ പദത്തിനല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം നേടിയവരാരോ അവര് ബ്രാഹ്മണനാണ്. മനസ്സിലായില്ലേ? അറിവ് നേടിയതാരും ബ്രാഹ്മണനാണ്. ആ അർത്ഥമാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം. ഈ ചിലതിനെ കൃത്യമായി നമ്മളിലേക്ക് ചർച്ച ചെയ്യാതെ വികലമാക്കി, മനസ്സിലായില്ലേ, ചൂഷണം ചെയ്യുന്ന പ്രവർത്തനം നടത്തുന്നവരാണ് ഈ ബ്രാഹ്മണാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇന്ന് കാണുന്ന നമ്പൂതിരിയും പോറ്റിയും തിരുമേനിമാരും ഒന്നും ബ്രാഹ്മണൻ എന്ന പദത്തിന്റെ തലത്തിലേക്കൊക്കെ എത്തപ്പെടുന്നു എന്നൊക്കെ നമ്മളിപ്പോൾ ചിന്തിച്ചാൽ മതി. ഇത് വേറെ സത്യം. ബ്രഹ്മജ്ഞാനമുള്ളവർ, മനസ്സിലായില്ലേ, മറ്റേതൊരു തൊഴിലാണ്. ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ ഇപ്പോൾ ഒരു കർമ്മമാണ്. പക്ഷെ പരമമായ ജ്ഞാനം. ഇവിടെ ഭാഗവതം എഴുതിയ വ്യാസൻ അരയകുലത്തിലാണ് ജനിച്ചത്, അല്ലേ? വ്യാസൻ ബ്രാഹ്മണനല്ലെന്ന് പറയാൻ പറ്റുമോ? ചാന്തകോപനിഷത്ത് രചിച്ചിട്ടുള്ള ആ മഹീദാസൻ
മൺകലം ഉണ്ടാക്കുന്ന കുലത്തിലാണ് ജനിച്ചത്. അദ്ദേഹം ബ്രാഹ്മണനെന്ന് പറയാൻ പറ്റും? വാൽമീകിയുടെ തലവെടുത്താൽ അല്ലെന്ന് പറയാൻ പറ്റും? മനസ്സിലായില്ലേ? ക്ഷത്രിയ കുലത്തിൽ ജനിച്ച് ഭഗവാനെ നേടിയ ഭരതൻ ബ്രാഹ്മണനല്ലെന്ന് പറയാൻ പറ്റും? അദ്ദേഹം ജഡനായി വരുമ്പോൾ അദ്ദേഹം വേദാന്തമാണ് ആരോട് പറയുന്നത്? രഘൂണ ചക്രവർത്തിയോട് പറയുന്നത് ബ്രഹ്മജ്ഞാനമാണ്. ശരിയല്ലേ? പറഞ്ഞാൽ ആശയം മനസ്സിലാവും. അപ്പം ജന്മനാ അല്ല, ജന്മനാ എല്ലാവരും ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത്. ജന്മനാ ജായതേ ഇത് ശൂദ്ര. അതിൽ നിന്ന് കർമ്മം കൊണ്ടാണ് ഓരോരുത്തരും. അതാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ജാതീയതയല്ല. ചാതുർവർണ്ണ്യത്തിൽ 4 വിഭാഗമേ ഉള്ളൂ. ഇന്നത്തെ ജാതീയത എടുത്തു നോക്കിയാൽ ഓരോ ജാതിക്കകത്തും ഉപജാതികളില്ലേ? ഇല്ലേ? ഇപ്പൊ ബ്രാഹ്മണനിൽ നിന്ന് പറയപ്പെടുന്ന വിഭാഗത്തെ എടുത്താൽ അതിൽ നമ്പൂതിരിയുണ്ട്, അടിയോടിയുണ്ട്, പട്ടതിരിപ്പാടുണ്ട്, എമ്പ്രാന്തിരിമാരുണ്ട്, അല്ലേ? ഇനി അത് കഴിഞ്ഞാൽ അടുത്ത ജാതി എടുത്ത് നായരിനെ എടുത്തു കഴിഞ്ഞാൽ മേനോന് കുറുപ്പ്, കുറുപ്പില്ലാത്തവൻ കുരുപ്പ് വന്നതിനെല്ലാം അതിനകത്തുണ്ട്. അത് കഴിഞ്ഞാൽ മറ്റൊരു വിഭാഗം എടുത്ത് അതിനകത്ത് 5, 6, 7 ഉണ്ട്. അപ്പൊ 4 എണ്ണമാണോ ഉള്ളത്? അല്ല. അപ്പൊ ഇന്നത്തെ ജാതീയത എന്ന് പറയുന്നത് പിൽക്കാലത്തുണ്ടായ സാമൂഹികമായിട്ടുള്ള, മനസ്സിലായില്ലേ, ചില ദുഷിപ്പിന്റെ ഫലമായിട്ടും ചില തെറ്റായ ശൈലിയുടെ ഫലമായിട്ടും വന്നു ചേർന്നതാണ്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു നദി ഒഴുകി വരുമ്പോൾ നദി ഉത്ഭവിക്കുന്ന സ്ഥലത്തിന്റെ പരിശുദ്ധി ഇത് ഒഴുകി ഇങ്ങി കടലിൽ വരുന്നത് വരെ കാണുമോ? അതിൻ്റെ ചുറ്റും താമസിക്കുന്നവരിടുന്ന മാലിന്യം, ചുറ്റുമുള്ള സ്ഥലത്തു നിന്നുള്ള ഒഴുകി വരുന്ന മാലിന്യങ്ങളൊക്കെ ഒഴുകി ചേർന്നു, ഇല്ലേ? ആ നദി മലിനമായിക്കൊണ്ടിരിക്കുക എന്നതുപോലെ നമ്മുടെ ഈ ആചാര പദ്ധതികളും ഒക്കെ അതിങ്ങനെ കാലാന്തരത്തിൽ വരുമ്പോൾ ചില ആൾക്കാർ വലിച്ചെറിയുന്ന മാലിന്യമൊക്കെ അതിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് ചിലതുണ്ട് എന്ന് വെച്ച് നദി വേണ്ട എന്ന് പറഞ്ഞ് നികത്ത് തന്നെ വേണ്ടത്, ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. ശരിയായി മനസ്സിലാക്കി വേണ്ടതിനെ സ്വീകരിക്കുക എന്ന സമ്പ്രദായത്തെ നമ്മൾ ശീലമാക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാഗവതത്തിൽ പോലും പ്രക്ഷിപ്തങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഓരോ കാലത്ത്. കാരണം എഴുതി വെച്ച കാലഘട്ടത്തിൽ ഏത് കാലത്താണോ നമുക്ക് പോലും അറിയാം. ഇതിനിടയ്ക്കൊക്കെ വന്നിട്ടുള്ള ചില ദുഷ്ടാത്മാക്കൾ അവരുടെ മനോഭാവത്തിനനുസരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പലതും എഴുതി വെച്ചിട്ടുണ്ട്. രാമായണത്തിൽ പ്രക്ഷിപ്തമുണ്ട്. പ്രക്ഷിപ്തം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. മനസ്സിലായില്ലേ? ഇപ്പൊ രാമായണം എടുത്തു കഴിഞ്ഞാൽ ഒരു ശംഭുകൻ എന്ന് പറഞ്ഞ ഒരാളെ രാമൻ വധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ടി വിയിലൊക്കെ ചർച്ചയിൽ പോലും ഈ ഹിന്ദു ധർമ്മത്തെ കളിയാക്കാൻ വേണ്ടി ശംഭുകനെ വധിച്ചില്ലേ, പിന്നോക്കക്കാരനായതാണെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി വാൽമീകി രാമായണത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. പിന്നീട് ഓരോരുത്തരും എഴുതി ചേർത്താണ്. നമ്മൾ വാമനന്റെ ചരിതം പറഞ്ഞു, ഇല്ലേ? വാമനന്റെ മഹാബലിയുടെയും ചരിതം പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ഭക്തനും ഭഗവാനും തമ്മിൽ ആത്മബന്ധമല്ലേ നമ്മൾ പറഞ്ഞത്. സുധലം എന്ന നല്ല ലോകത്തേക്ക് ഉയർത്തി എന്നാ പറഞ്ഞത്. ആ വാമന ചരിതം എങ്ങനെയാണ് വികൃതമായത് അറിയൂ? അത് എഴുതി വെച്ചതിൻ്റെ തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ സന്തോഷത്തോടെ മാവേലിയെ കുറിച്ച് പാടുന്ന ഒരു പാട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ വരികളിലൂടെ അതിനെ വികൃതമാക്കിയത്. മാവേലി നാട് വാണിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടി 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 വന്നിട്ട് അന്നത്തെ ജാതീയതയെ അനുഭവിച്ച സഹോദരൻ അയ്യപ്പൻ എൻ്റെ ഏറ്റവും ഒടുവിൽ പാവനാദർശം പോയിടേണം, മഹാബലി തന്നെ ആദർശം വന്നിടേണം. മനസ്സിലായില്ലേ? എന്ന ഒരൊറ്റ വരി കൊണ്ട് നേരെ വിപരീതമാക്കി വെച്ചു. ഇങ്ങനെയൊക്കെയാണ് പലതും കലങ്ങി മറിഞ്ഞ് സംഭവിക്കുന്നത്. അങ്ങനെ പലരും ആടിനെ പട്ടിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇപ്പൊ ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന പദം വളരെ ചർച്ച ചെയ്യുന്ന, അപകടകരമായി നമ്മുടെ ഇടയിലേക്ക് വികലമാക്കി അവതരിപ്പിക്കുന്ന ആരോടാണ് എടുത്തു പറഞ്ഞത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. മനസ്സിലായില്ലേ? അറിവ് കൊണ്ട് ആർക്കും നേടാവുന്ന സ്ഥാനമാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ചിന്തിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ ബ്രാഹ്മണനാണ്, ചട്ടമ്പി സ്വാമി ബ്രാഹ്മണനാണ്, അയ്യാ വൈകുണ്ഠസ്വാമി ബ്രാഹ്മണനാണ്, പൊയ്കയിൽ കുമാരദേവൻ ബ്രാഹ്മണനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് അതേ ബ്രാഹ്മണ്യത്തിൽ നമുക്ക് മാതാ അമൃതാനന്ദമയി ദേവിയെയും കാണാം. അവർ ജനിച്ചതും അരേ കുലത്തിലാണ്, അല്ലേ? ശ്രേഷ്ഠമായ തലത്തിൽ ചെയ്യുന്ന കർമ്മഫലം കൊണ്ട് അവർ നേടിയെടുത്ത ആർജവം കൊണ്ട് അവരെ അറിവ് കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട ആ അറിവിൻ്റെ തലം കൊണ്ടാണ് അവരേതിലെത്തുന്നത്? ബ്രാഹ്മണ്യത്തിൽ എത്തപ്പെടുന്നത്. അപ്പൊ ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരാളിനെ വിട്ടപ്പോൾ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ അറിവുള്ള ഒരാളിനെ അയച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ? ഭഗവാനോട് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലേ, ഇതുവരെ പോലും നേരിട്ട് കാണാത്ത ഒരാളെ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആരെ ഉയർത്തണം? ഭഗവാനെ എത്തിക്കണം. അതിന് വെറുതെ ഒരാൾ പോയിട്ട് കാര്യമുണ്ടോ? കാര്യം സാധിച്ചു വരണമെങ്കിൽ അതിന് കഴിവുള്ള ആള് പോണം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ദൂതനായിട്ട് അയച്ചു. ഇദ്ദേഹം നേരെ എവിടെ എത്തി? ദ്വാരകയിലെത്തി. ദ്വാരകയിലെത്തി ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ സ്വീകരിച്ചു. എന്താ വന്ന കാര്യം ചോദിച്ചു.
ഭഗവാനെ, ഞാൻ വന്നത് അങ്ങയുടെ ഒരു കാര്യം അറിയിക്കാനാണ്. എന്ത്? വിദർഭയിലെ രാജകുമാരിയായ രുക്മിണി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങയെ കാണാൻ വന്നത്. എന്താ കാര്യം? അത് അങ്ങയെ രുക്മിണിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. രുക്മിണിക്ക് തൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പത്നിയായി മാറാനാണ് ആഗ്രഹം. അതുകൊണ്ട് അങ്ങ് രുക്മിണിയെ സ്വീകരിക്കണം. രുക്മിണിയുടെ സ്വയംവരം നടക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞ സ്വയംവരം നല്ലതല്ലേ, നടക്കട്ടെ. അല്ല, അതൊക്കെ നല്ലതാണ്. പക്ഷേ അവ സ്വയംവരത്തിൽ അങ്ങയെ ക്ഷണിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ രുക്മിണിയെ സ്വീകരിക്കേണ്ടത്, രുക്മിണി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്? അങ്ങയെയാണ്. അങ്ങ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആദ്യമേ ഈ പ്രണയലേഖനം അങ്ങ് കയ്യിൽ കൊടുത്തു. ലോകത്താദ്യമായിട്ട് ഒരു പ്രണയലേഖനം വായന, അത്ഭുതകരമായൊരു വായന അവിടെ നടക്കുന്നത്. ഭഗവാൻ അതിൻ്റെ ആദ്യത്തെ വരി വായിച്ചു നോക്കിയിട്ട് ഭഗവാൻ ഇത് ദൂതൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഉറക്ക വായിച്ചോളാൻ പറഞ്ഞു, കേട്ടോണ്ടിരിക്കാന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഭഗവാൻ എഴുത്തും വായന അറിയാത്തത് കൊണ്ടല്ല. നമ്മൾ ആരെങ്കിലും ഒരു പ്രണയലേഖനം തന്നാൽ ഒരു വരി വായിച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന പോസ്റ്റ്മാൻ്റെ കൊടുത്തിട്ട് ഉറക്ക വായില്ല, എല്ലാവരും കേൾക്കട്ടെന്ന് പറയുമോ? ഒരിക്കലും ചെയ്യത്തില്ല. ഇവിടെ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? ഇവിടെ രുക്മിണിയുടെ മനോരഥത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഒരു ഈശ്വരനെ നേടാൻ ആഗ്രഹിക്കുന്ന ജീവന്റെ പ്രാർത്ഥനയാണ്. അത് ലോകം അറിയേണ്ടതാണ്. എന്തായിരിക്കണം ഒരു യഥാർത്ഥ പ്രാർത്ഥന എന്ന് പഠിക്കാൻ ഉള്ള ഒരു ഭാഗമായതുകൊണ്ട് ഈ ദൂതനെ കൊണ്ട് വായിക്കുമ്പോൾ ആ ദൂതൻ വായിച്ച് കേൾപ്പിച്ച ഭാഗം എന്തായാലും ഏതിൽ എഴുതപ്പെടണം? ഭാഗവത്തിലും രചിക്കപ്പെടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദൂതനെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. അവിടെ അന്ന് കേട്ടോണ്ട് നിൽക്കുന്നവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഉറക്ക വായിപ്പിച്ചു. ആ പ്രാർത്ഥനയിൽ പറയപ്പെടുന്നതിൻ്റെ അർത്ഥതയേ ഉള്ളൂ. ഒരു നദി എപ്പോഴാണോ അതിൻ്റെ സഫലതയിലെത്തുന്നത്, അത് സാഗരത്തിൽ ചേർന്ന് സാഗരവും നദിയും ഒന്നായി മാറുമ്പോഴാണ്. അതുപോലെയാണ് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ ഈ ജീവൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏതിലെത്താനാണ്? നിന്നിൽ ചേരാനാണ്, ഭഗവാനിൽ ചേരാനാണ്. അതിൽ ചേരാൻ സാധിച്ചില്ലെങ്കിൽ ഈ ജീവൻ നിരർത്ഥകമായി പോകും. അതുകൊണ്ട് നിന്നിൽ ചേരാനുള്ള കാരുണ്യം ഉണ്ടാകണം. ഇതിനേക്കാൾ നല്ലൊരു പ്രാർത്ഥനയുണ്ടോ? മനസ്സിലായില്ലേ? ഭഗവാനിൽ ചേരണം എന്നുള്ള ആ മനോഭാവമാണ് രുക്മിണി അതിൽ പ്രകടമാക്കിയത്. ഭഗവാൻ ഇഷ്ടമായി. ഇനി ഭഗവാൻ പറഞ്ഞു, ശരി, പ്രാർത്ഥനയൊക്കെ കൊള്ളാം, പക്ഷെ രുക്മിണിയെ നാളിതുവരെ കണ്ടിട്ടില്ലല്ലോ. നാളിതുവരെ കാണാത്ത ഒരാളിനെ കല്യാണം കഴിക്കാൻ വാക്ക് കൊടുക്കാൻ പറ്റും? ആരെങ്കിലും തയ്യാറാവുമോ? തയ്യാറാവുമോ? ഏതെങ്കിലും ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഏതെങ്കിലും യുവാവ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുച്ചിനെ കെട്ടാൻ പറഞ്ഞാൽ റെഡിയാവുമോ? ഒന്നുമില്ലേ പറയും, ഒരു ഫോട്ടോ എങ്കിലും തരാൻ പറയില്ലേ? ഇതൊന്നും ഇല്ല. അവിടെയാണ് ഈ ബുദ്ധിമാനായ ദൂതനെ അയച്ചതിൻ്റെ തത്വം. ഈ ദൂതൻ രുക്മിണിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ഭഗവാനോട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു ശൈലിയാണ്. 3 തലത്തിലാണ് രുക്മിണിയെക്കുറിച്ച് പറയുന്നത്. ഒന്നാമത്തത് സർവവിദ്യാസമ്പന്ന. മനസ്സിലായില്ലേ? എന്താ? സർവവിദ്യാസമ്പന്ന, എല്ലാ അറിവും നേടിയവൾ. രണ്ടാമത് പറയും സർവസദ്ഗുണ, എല്ലാ സദ്ഗുണങ്ങളും ഉള്ളവൾ. മൂന്നാമത് പറയും സർവാംഗ സുന്ദരി. ഈ പറച്ചിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്താ പ്രത്യേകത? എല്ലാം തികഞ്ഞവളാണ്, അത് സംഭവിച്ചു. പക്ഷെ അല്ലാതെ എന്തെങ്കിലും പ്രത്യേകത ഈ പറഞ്ഞ ഓർഡറിന്? ഏത് തരത്തിൽ വേണം എല്ലാം തികഞ്ഞ ആളിനെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മളോട് പറയുകയാണ്. ആ നിലയിൽ തിരഞ്ഞെടുക്കാത്തതാണ് പലപ്പോഴും നമ്മളെയൊക്കെ ജീവിതം. മനസ്സിലായില്ലേ? ചേരേണ്ടാത്തത് പോയി ചേരുന്നതിൻ്റെ കാരണം അതാണ്. നമ്മളൊക്കെ സാധാരണഗതിയിലൊരു വീട്ടിലൊരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ ഒരു വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി. ചെറുക്കനോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടാ പെണ്ണ്? അടിപൊളിയാ, കുഴപ്പമൊന്നുമില്ല, കാണാൻ സുന്ദരിയാണ്, ഇല്ലേ? ആദ്യം അതല്ലേ പറയണേ? ആണോ അല്ലേ? ഇനി പെണ്ണിനോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ചെറുക്കൻ? എന്തായിരിക്കും പറയുന്നത്? കുഴപ്പമില്ല. ചിലരാണെങ്കിൽ ഒന്നുകൂടെ കിടന്നൊരു സിനിമാളിൻ്റെ പേരൂടെ ചേർത്തെന്ന് പറയാം. ഏതെങ്കിലും ഒരാളിനെ, അല്ലേ, സുന്ദരനാണ്, കാണാൻ ഇന്ന ആണ്ടാണ് എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ നോക്കുന്നത് ബാഹ്യമായ രൂപത്തെയാണ്. ശരിയല്ലേ? ആണോ അല്ലയോ? യഥാർത്ഥത്തിൽ
ഈ ബാഹ്യമായ രൂപം കൊണ്ടാണോ ജീവിതം മെച്ചപ്പെടേണ്ട, ആന്തരികമായ ഗുണം കൊണ്ടാണോ? ആന്തരികമായ ഗുണം. ഇതെപ്പോഴെങ്കിലും നമ്മൾ ഈ വിവാഹ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നോക്കാറുണ്ടോ? ഇവിടെ ഒരു പഴഞ്ചൊല്ല് ഓർത്താൽ മതി, അഴകുള്ള ചക്കയിൽ ചൊളയുണ്ടാവില്ല. പുറമേ കാണുന്ന സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടാനും ചെറുക്കനെ കെട്ടാനും നിൽക്കരുത്. കാരണം എന്താ, ഇന്നത്തെ കാലത്ത് വലിയൊരു അപകടമാണ്. ഈ 2 സമയത്ത് ബ്യൂട്ടി പാർലറിൽ കൂട്ടൊക്കെയാണ് പോയി നിൽക്കുന്നത്. യഥാർത്ഥ രൂപമൊക്കെ മറിച്ച് മുഖം മൂടി വെച്ചുകൊണ്ട് നിൽക്കുന്ന കണക്കാണ്. മനസ്സിലായി? പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പെണ്ണിനെ കണ്ടപ്പോൾ അതീവ സുന്ദരി. കാരണം എന്താ, 2.5 മണിക്കൂർ ചെത്തി വൃത്തിയാക്കി അടയ്ക്കേണ്ട ഓട്ടയെല്ലാം അടച്ച് മൈദാമാവൊക്കെ ചേർത്ത് കടലമാവൊക്കെ ഒപ്പി മേളിൽ പെയിന്റ് അടിച്ച് ഇല്ലേ കൊണ്ടുവന്ന് നിർത്തി. കണ്ട് ഇഷ്ടപ്പെട്ടു. കല്യാണത്തിനന്ന് ചെന്നപ്പോഴും ഇതുപോലെ തന്നെയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പാത്രം കഴുകി നോക്കിയപ്പോഴും അറിഞ്ഞത് കരിയെല്ലാം ഇളകിയപ്പോൾ 4-5 ഓട്ടയും 5-6 കുഴിയും പൊട്ടലും ഒക്കെ കണ്ടത്. പിന്നെ കഴുകി കളയാൻ പറ്റുമോ? പറ്റത്തില്ല. തിരിച്ചും അങ്ങോട്ടും ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ ചില മേക്കപ്പൊക്കെ കണ്ട അത്ഭുതം തോന്നും. ശരിയില്ലേ? തമാശയ്ക്ക് പറഞ്ഞല്ല, എനിക്ക് പരിചയമുള്ളൊരു വീട്ടിൽ ഒരിക്കലും ഒരു കല്യാണത്തിൽ എനിക്ക് അറിയാവുന്നൊരു പെൺകുട്ടിയാണ്. കൂടുതൽ അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും അത്യാവശ്യം അറിയാവുന്നതാണ്. പക്ഷെ ഈ കല്യാണത്തിന് ഈ നടക്കുന്നത് തൊട്ടപ്പുറം ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ ഇത് എവിടെ ഇതിൽ ഏത് ഓഡിറ്റോറിയാന്നുള്ളത് കല്യാണക്കത്തൊക്കെ കയ്യിൽ നിന്നങ്ങ് പോയി. ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണെന്നറിയാം ചെന്നു. അത്യാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ പരിചയമുള്ള ആരെയും കണ്ടില്ല. അപ്പോൾ ഈ കതിർ മണ്ഡപത്തിലേക്ക് എൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ പെണ്ണിനെ നോക്കിയപ്പോൾ പെണ്ണിനെ കണ്ടപ്പോൾ ഒരു പരിചയം തോന്നുന്നില്ല. അതല്ലാന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു അല്ല, അപ്പുറത്തെ ഓഡിറ്റോറിയത്തിലാണെന്ന് തോന്നുന്നു. അല്ലല്ല, ഇത് തന്നെയാണ് ആ കല്യാണം. കാര്യം എന്താ, ഈ പെൺകുച്ചിൻ്റെ യഥാർത്ഥ രൂപം മാറ്റി. എപ്പോഴും കാണുന്നതാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എപ്പോഴും അത്തരത്തിൽ കണ്ടിട്ടില്ല. ആ രൂപം മാറി വേറൊരു രൂപത്തിലാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നി. അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നി ഇതെല്ലാം കൂടെ വെച്ച് കെട്ടിയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ആള് മാറിപ്പോയോ എന്നുള്ള രീതിയിൽ അപ്പുറത്തെ അടിച്ചോർത്തി പോകാൻ നേരത്താണ് തിരിച്ചറിയുന്നത്. അല്ല, ഇതാ ഇങ്ങനെയുള്ള അനുഭവം ഒരുപാട് ഉണ്ടാവാറില്ലേ പലരും അല്ലേ? ചിലർ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുന്ന പരിഭവം കാണിച്ചു. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ പുറമേ ഉള്ളതല്ല നോക്കേണ്ടത് എപ്പോഴും. അപ്പോൾ ആദ്യത്തെ ഗുണം പറഞ്ഞാ സർവ്വവിദ്യാസമ്പന്നം. ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത് വിദ്യയാണ്, അറിവാണ്. ഈ അറിവെന്ന് പറയുന്നത് പെൺകൊച്ച് PG വരെ പഠിച്ചതാണ്, അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളതാണ്, അല്ലെങ്കിൽ ചെറുക്കൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്. ആ അറിവല്ല ഇവിടെ. ജീവിക്കാൻ ആവശ്യമായ, മനസ്സിലായില്ലേ, ജീവിതത്തെ പക്വതപ്പെടുത്തുന്ന, മനസ്സിലായി, ഒരു വ്യക്തിയെ നല്ല ഭാവത്തിലേക്ക് എത്തിക്കുന്ന പക്വത ഉണ്ടാവണം. ഗുരുത്വം വേണം. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ പറയും ഗുരുത്വമുണ്ടെങ്കിലേ ഇരുത്തമുണ്ടാവും, ഇരുത്തമുണ്ടെങ്കിലേ പൊരുത്തമുണ്ടാവും, പൊരുത്തമുണ്ടെങ്കിലേ വിജയമുണ്ടാവും. ഗുരുത്വം എന്ന് വെച്ചാൽ ശരിയായ അറിവുണ്ടെങ്കിലേ ഇരുത്തം എന്ന് പറഞ്ഞാൽ എന്താ, കസേരയിൽ ജയിക്കലാണോ? അല്ല, പക്വത. മനസ്സിലല്ലേ? പാകപ്പെടല്, അതാണ് ഇരുത്തം. ഇരുത്തമുണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? പൊരുത്തം ഉണ്ടാവും. ഇന്ന് പല വീട്ടിലെയും കുടുംബജീവിതം പൊരുത്തമാണോ തമ്മിലടിയാണോ? അപ്പോൾ പൊരുത്തം വേണമെങ്കിൽ എന്ത് വേണം? ഇരുത്തം ഉണ്ടാവണം. അപ്പം അത് കഴിഞ്ഞാൽ പൊരുത്തം ഉണ്ടാവും. പൊരുത്തം ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം വിജയമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആദ്യം നോക്കേണ്ടത് എന്താ? ആ വിദ്യാസമ്പന്നതയാണ്. രണ്ടാമത്തെ ഗുണം എന്താണ് പറഞ്ഞത്? സദ്ഗുണം. അപ്പം വിദ്യയും സദ്ഗുണം ഉണ്ടെങ്കിൽ മൂന്നാമത്തത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? സൗന്ദര്യം അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം സൗന്ദര്യം കൊണ്ടല്ലല്ലോ ജീവിക്കുന്നതാണോ? ആണോ? കല്യാണം കഴിക്കുന്ന കാലത്ത് സൗന്ദര്യം അവസാന കാലം വരെ അതേ കണക്കുണ്ടാവുമോ? അത് കുറഞ്ഞു പോകുന്നതാണ്. പക്ഷെ ബാക്കി 2 വർദ്ധിച്ചു വരുന്നതാണ്. അറിവും സദ്ഗുണവും എന്ത് ചെയ്യും? കുറയോ വർദ്ധിക്കുമോ? വർദ്ധിക്കത്തേ ഉള്ളൂ. അത് വർദ്ധിച്ചു വരുന്നതിൽ നിന്നാണ് കുടുംബജീവിതത്തിൻ്റെ ആനന്ദവും കെട്ടുറപ്പും ഉണ്ടാകുന്നത്. ഭഗവാൻ പറഞ്ഞു, ഓ യെസ്, ഇത്രയുണ്ടെങ്കിൽ ഉത്തമം, ഞാൻ റെഡി. നേരെ ഭഗവാൻ എവിടേക്ക് തിരിച്ചു? നേരെ വിദർഭയിലേക്ക് എത്തി. ആ സമയത്ത് ഭഗവാൻ ദാരുകനും മാത്രമേ ഉള്ളൂ. കാര്യം ബലരാമൻ സവിധത്തിലില്ല. അതുകൊണ്ട് ബലരാമനോട് പോലും ഇത് പറയാൻ കാത്തു നിൽക്കാനുള്ള സമയമില്ല. എന്താ കാര്യം? തൊട്ടടുത്ത ദിവസം വിവാഹമാണ്. ഇനി വിവാഹത്തിന് വന്നു കഴിഞ്ഞാൽ സ്വയംവര പന്തലി വന്ന് അടിയും വഴക്കൊക്കെ ഉണ്ടാക്കേണ്ടി വരുമെന്ന് ഭഗവാൻ ചോദിച്ചു. ദൂതൻ അതിനും മറുപടി പറഞ്ഞു, വേണ്ട. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് രുക്മിണി? തലേ ദിവസം തന്നെ എങ്ങനെ വിളിച്ചോണ്ട് പോകണമെന്നുള്ള പ്ലാൻ വരെ ആര് പറഞ്ഞിട്ടുണ്ട്? രുക്മിണി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവിൽ സാധാരണഗതിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പ്രേമവിവാഹം നടക്കുമ്പോൾ ഇന്ന വീട്ടിലെ ചെറുക്ക ഇന്ന വീട്ടിലെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയെന്ന് പറയാറുണ്ട് അല്ലേ? ആ പറച്ചിലൊരു ഒരർത്ഥത്തിൽ തെറ്റാണ്. മനസ്സിലല്ലേ? ചെറുക്കനല്ല പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നത്, യഥാർത്ഥത്തിൽ അടിച്ചുകൊണ്ട് വന്ന പെണ്ണാണ്. മനസ്സിലല്ലേ? ചെറുക്കൻ പോയി ചൂണ്ടയിടും, അവസാനം ചൂണ്ടയിൽ കയറി കൊത്തുന്ന പെണ്ണ് ചെറുക്കനെയും കൊണ്ടങ്ങ് പോകും. ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ രുക്മിണി അങ്ങനെ തന്നെയാണ്. എങ്ങനെ അടിച്ചുകൊണ്ട് പോകണമെന്ന് വരെ കൃത്യമായിട്ട് ആര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്?
രുക്മിണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് തന്നെ കൂട്ടിക്കൊണ്ട് പോകേണ്ടതെന്ന് വരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതും പ്രകാരം വിദർഭയിൽ എത്തിച്ചേർന്നു. അവിടെ ഭീഷ്മക രാജാവിന് അറിയില്ലല്ലോ ആരെയൊക്കെ ക്ഷണിച്ചു ഇല്ലെന്ന്. കൃഷ്ണൻ വന്നപ്പോൾ ഭീഷ്മകന് സന്തോഷമായി. കാരണം ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളും കൂടി വന്നു. ആ കൃഷ്ണനെ സൽക്കരിച്ചുകൊണ്ട് നിർത്തി. ഈ വൃത്താന്തം ആരറിഞ്ഞു? രുക്മി അറിഞ്ഞു. രുക്മി നേരിട്ട് എതിർക്കാൻ വന്നില്ല. എന്താ കാരണം? രുക്മി വലിയ ഒരു ഗൂഢപദ്ധതി മനസ്സിലങ്ങ് സങ്കല്പിച്ചു. ഈ കൃഷ്ണനെ അപമാനിക്കണം. എങ്ങനെ അപമാനിക്കണം? ഈ വിവാഹ പന്തലിൽ വന്നിരിക്കുമ്പോൾ എല്ലാവരും കേൾക്കെ നിന്നെ ആര് വിളിച്ചിട്ടാടാ വന്നത്? നാണോ മാനോ ഇല്ലാതെ വലിഞ്ഞു കയറി വരാൻ നീ ഇത്രയും തരം താണു പോയോ എന്നൊക്കെ ചോദിച്ച് കൃഷ്ണനെ ആക്ഷേപിച്ച് പരസ്യമായി ആക്ഷേപിക്കുന്നത് വധിക്കുന്നതിന് തുല്യമല്ലേ? അല്ലേ? നിങ്ങളെല്ലാവരെയും മുമ്പിൽ വെച്ച് ആരെങ്കിലും ഒരാൾ ആക്ഷേപിച്ചാൽ നിങ്ങൾ പറയത്തില്ലേ, ഓ ഇതിനേക്കാളും നല്ലത് എന്നെ കൊല്ലുന്ന ആരെന്ന് പറയില്ലേ? അപ്പൊ ഈ ഇതുപോലെ ഭഗവാനെ അധിക്ഷേപിക്കാനാണ് ആര് തയ്യാറായിരിക്കുന്നത്? രുക്മി തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് രുക്മി പെട്ടെന്നൊന്നും ഇടപെട്ടില്ല, വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ രീതിയിൽ ചിന്തിച്ചു. പക്ഷേ ഗതി അവിടെ നിന്ന് മാറി. ഇവിടെ രുക്മിണി പറഞ്ഞതിന് പ്രകാരം അല്ലേ, രുക്മിണി പറഞ്ഞതിന് പ്രകാരം വിവാഹത്തിന്റെ സ്വയംവരത്തിന്റെ തലേ ദിവസം അവിടെ ആ ക്ഷേത്രത്തിൽ തൊഴുത്, കുടുംബക്ഷേത്രത്തിൽ തൊഴുത് സാക്ഷാൽ പാർവതി ദേവിയെ ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന മാത്രമേ ദാരുകൻ കൂട്ടിയ രഥത്തിൽ ഭഗവാൻ ഒരു മിന്നല് പോലെ വന്നു. ഇനി മിന്നല് പോലെ ആണെങ്കിൽ ജീവൻ ഈശ്വരനെ നേടാൻ ആഗ്രഹിക്കുന്ന ജീവൻ അത്രയും ടൈമിങ് മതി നേടാൻ. മനസ്സിലായില്ലേ? തോന്ന സമയമൊന്നും വേണ്ട, അര നിമിഷം മതി. അത് കളയരുത്. ഭഗവാനെ നേടുന്നതിൽ രുക്മിണി ഒറ്റച്ചാട്ടത്തിൽ തന്നെ രുക്മിണി ഭഗവാന്റെ കരത്തെ ഗ്രഹിച്ചു. ആ ഭഗവാൻ രുക്മിണിയെ തന്റെ മാറോട് ചേർത്ത് അവിടെ നിന്ന് പോയി. ഈ വൃത്താന്തം പറഞ്ഞ ഉടനെ ശിശുപാലൻ രുക്മിണിയോട് ചോദിച്ചു, നീയല്ലേ പറഞ്ഞത് നിന്റെ സഹോദരി ഇതാ ഇപ്പൊ കൃഷ്ണൻ കൊണ്ടുപോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ രുക്മിണിയുടെ മനസ്സിനെ കൊണ്ട് ഇളക്കി രുക്മിണി ഒരു ശബ്ദം എടുത്തു, അവളെയും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു വരില്ല, കൃഷ്ണനെ വധിച്ചിട്ടേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞ് രുക്മിണി ആയുധവും എടുത്തുകൊണ്ട് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ പോയി. ആ ഭഗവാനുമായി യുദ്ധം ചെയ്യാൻ പോയ സമയത്ത് ബലരാമനും അവിടേക്ക് ഭഗവാനെ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നു എന്നറിഞ്ഞു. ബലരാമനും അവിടേക്ക് വന്നു. അങ്ങനെ അവിടെ വെച്ച് യുദ്ധം നടന്നു. ആ യുദ്ധത്തിന്റെ ഒടുവിൽ രുക്മിണിയെ പിടിച്ചു ബന്ധിച്ചു. രുക്മിണിയെ വധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് രുക്മിണി കൈകൂപ്പി. ഈ അവസരം നോക്കി ബലരാമൻ ഇടപെട്ടു. ബലരാമൻ പറഞ്ഞു, കൃഷ്ണ അരുത്, അവൻ നമ്മുടെ ബന്ധുവാണ്. ഇവിടെ ബലരാമൻ എന്താ ഇത്ര താല്പര്യത്തിൽ ഇടപെട്ടതെന്ന് ചോദിച്ചാൽ അതിനൊരു കാര്യം കൂടിയുണ്ട്. ഈ രുക്മിണിക്ക് ബലരാമനുമായിട്ടൊരു കണക്ഷനാണ്. മനസ്സിലായി? ഈ ബലരാമന് ഗദായുധത്തിന് ഭയങ്കര ആളാണ്. ഈ ബലരാമൻ ഗദായുധം പഠിപ്പിച്ചിട്ടുള്ളത് ചില ആൾക്കാർ ഇച്ചിരി മോശപ്പെട്ടാണ്. ഒന്ന് ദുര്യോധനാണുള്ളത്, രുക്മിണിയുടെയും ഗുരുവാണ്. മനസ്സിലല്ലേ? അപ്പൊ ശിഷ്യനെ രക്ഷിക്കുക എന്നൊരു കടമ ആർക്കുണ്ട്? ബലരാമനുണ്ട്. അതുകൊണ്ട് ബലരാമൻ അവിടെ നിന്ന് ഇടപെട്ട് കിട്ടിയ അവസരം കൊണ്ട് രുക്മിണിയുടെ പേര് ബലരാമൻ രക്ഷിച്ചു. പക്ഷെ ഒരു തവണ അവസരം കൊടുത്തു. രണ്ടാമത്തെ തവണ രുക്മിണി വീണ്ടും വന്ന് ബലരാമന്റെ നടികൊണ്ടാണ് പിന്നീട് ചാവുന്നത്. അത് വേറൊരു തത്വം. അപ്പൊ ഇവിടെ രുക്മിണിയെ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഒന്ന് വിരൂപമാക്കി. കാരണം ഈ വിരൂപ ഭഗവാനെ അപമാനിക്കാനാണല്ലോ ശ്രമിച്ചത്. അതുപോലെ തന്നെ ആ രുക്മിണിയെ അപമാനിച്ച് വിട്ടയച്ചു. അത് കഴിഞ്ഞ് നേരെ രുക്മിണിയെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ദ്വാരകയിൽ വെച്ച് മംഗളകരമായി അവിടെ വിവാഹം കഴിച്ചു. ഇതാണ് രുക്മിണി സ്വയംവരത്തിന്റെ കഥാഭാവം. ഇനി ഇതിന്റെ ഉള്ളിലേക്കുള്ള തത്വം വളരെ കുറേയൊക്കെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തന്നെ പറഞ്ഞു. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇങ്ങോട്ട് പറയാം. ഇവിടെ രുക്മിണി എന്ന് പറഞ്ഞാൽ ജീവ സ്വരൂപമാണ്. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ രുക്മിണിമാരാണ്, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും. ആ രുക്മിണിമാരായിരിക്കുന്ന ജീവൻ, മനസ്സിലായില്ലേ? ജീവൻ എപ്പോഴും ഏതിൽ പെടുന്നതാണ്? സ്ത്രീലിംഗ ഭാവത്തിൽ പെടുന്നതാണ്. പരമാത്മാവാണ് പുല്ലിംഗ സ്വരൂപം. ജീവനും പരമാത്മാവും എടുക്കുമ്പോൾ അപ്പോൾ പരമാത്മാവിലേക്ക് ചേരാനുള്ള സർവ്വജീവനും രുക്മിണിയാണ്. അപ്പൊ രുക്മിണിയുടെ ഭഗവാനിലേക്ക് ചേർന്ന മാർഗത്തിലൂടെ നമ്മൾ ഭഗവാനെ നേടാൻ പഠിപ്പിക്കലാണ് രുക്മിണി സ്വയംവരം. രുക്മിണി എങ്ങനെയാണ് ഭഗവാനെ നേടിയെന്ന് ചോദിച്ചാൽ നവതാം ഭക്തി എന്നൊരു സമ്പ്രദായമുണ്ട്. മനസ്സിലായില്ലേ? ഭക്തിയിൽ 9 പടികൾ കടന്ന് ഭക്തിയുടെ പൂർണ്ണത നേടണം എന്നൊരു തത്വമുണ്ട്. ഈ 9 പടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാ പുരാണങ്ങളിലും വ്യാസൻ ഈ നവതാഭക്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഏതൊക്കെയാ നവതാഭക്തി? നവതാഭക്തി ഏതൊക്കെയാ? ഒരു ഭക്തൻ സഞ്ചരിക്കേണ്ട പടികളാണ് 9 പടി. ഏതൊക്കെയാ? ഒരു നല്ല ഭക്തനാവാൻ നമ്മൾ അറിയേണ്ട ഘടകങ്ങളാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. മനസ്സിലായില്ലേ? അതായത് ഭഗവാനെ കുറിച്ച് കേൾക്കുക. നമുക്ക് എന്താണോ നേടേണ്ടത് അതിനെക്കുറിച്ച് കേൾക്കുക. കേട്ട് 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 അതിൽ മനസ്സങ്ങോട്ടോ ലയിക്കണം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം?
കീർത്തനം, അതിനെക്കുറിച്ച് പറയുക. ഇതല്ലേ രുക്മിണി ചെയ്തത്? രുക്മിണിക്ക് അനുരാഗം ഉണ്ടായത് എങ്ങനെയാണ്? ഭഗവാനെ നേരി കണ്ടിട്ടാണോ? അല്ല, കൃഷ്ണനെക്കുറിച്ച് കേട്ടാണ്. അപ്പോൾ ഒരു ഭക്തനിൽ ആദ്യം ഉണ്ടാകേണ്ട സദ്ഗുണം എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള ഗുണം ഉണ്ടാവണം. ആ ഭഗവാനെക്കുറിച്ചിട്ടുള്ള കേൾവിയിൽ നിന്നാണ് നമുക്ക് ഭഗവാനെ അറിയാനുള്ള ആ ആഗ്രഹവും ബോധവും ഉണ്ടാവുന്നത്. കേൾവിക്ക് വലിയ അർത്ഥമുണ്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇല്ലാത്ത സാധനം ഏതാ? കേൾക്കാനുള്ളതാണ് അല്ലേ? ഇവിടെ ഭാഗവത സപ്താഹത്തിന് ഭഗവാനെ കുറിച്ച് പറയുന്നതിന് പകരം ഇവിടെ ഒരു വിംസ് പരേഡ് ആണെങ്കിലോ, ഒരു ഗാനമേളയാണെങ്കിൽ എല്ലാവരും വന്നിരിക്കും. എന്താ കാരണം? നമ്മുടെ ശ്രവണം വികലമാകുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാനെ കുറിച്ച് ഏതൊന്നിനെയാണോ നേടേണ്ടത് അതിനെക്കുറിച്ച് കേൾക്കാൻ തയ്യാറാണ്. കേട്ട് അതിലേക്ക് നമ്മുടെ മനസ്സ് ഉറയ്ക്കണം. ഇപ്പോൾ ശ്രവണം, കീർത്തനം, അത് കഴിഞ്ഞാലോ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പിന്നെ എപ്പോഴും അതിനെ സ്മരിക്കണം. മനസ്സിലായില്ലേ? ആ സ്മരണം, അർച്ചനം, പിന്നെ അർച്ചിക്കണം, പിന്നെ വന്ദിക്കണം. അർച്ചനയൊക്കെ പിന്നീടാണ്, ആദ്യം കേൾക്കുക. അപ്പൊ ഭക്തനിൽ ആദ്യം ഉണ്ടാകേണ്ട ഗുണം കേൾവിയാണ്, ശ്രവണം നേരെയാണെങ്കിൽ ബാക്കിയെല്ലാം നേരെയാവും. അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മാ നിവേദനം. മനസ്സിലായോ? അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഈ ഭാഗവതം പറയുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് സാധിച്ചത് ഭാഗവത കഥയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്, വീട്ടിലെ നാമം ചെല്ലുന്ന ശീലമുണ്ട്, ഇതൊക്കെ ഉണ്ട്, കുറേയൊക്കെ അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇങ്ങനെ ഇരിക്കാൻ, ഭാഗവതത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ ഭാഗവതം ഒരു അമൂല്യമാണെന്ന് തോന്നിയത് അവിചാരിതമായ ഒരു യജ്ഞത്തിന് പോയി കേട്ടത് കൊണ്ടാണ്. കേൾക്കാൻ വേണ്ടി പോയതുമല്ല. വേറൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തൊരു യജ്ഞം നടക്കുന്നു. ആ സുഹൃത്ത് അവിടെ അതിൻ്റെ വേറൊരു സ്ഥലത്ത് വരെ പോയി. അയാൾ തിരിച്ചു വരുന്നത് വരെയുള്ള സമയത്ത്, മനസ്സിലായില്ലേ, ആ സമയത്ത് ആ പന്തലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരൻ പറഞ്ഞ് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ കയറിയിരുന്നു. ആ പ്രഭാഷണം കേട്ട സമയത്ത് തോന്നി അടുത്ത ദിവസം വന്നാൽ കൊള്ളാം. അടുത്ത ദിവസവും പോയി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസവും പോകണമെന്ന് തോന്നി, അടുത്ത ദിവസവും പോയി. അങ്ങനെ ഒരു പിന്നീടുള്ളൊരു 3-4 ദിവസം ബാക്കി അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഈ 4 ദിവസം പോയി കേട്ടപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കേൾക്കാൻ കൂടുതലുണ്ട് എന്നൊരു തോന്നൽ വന്നു. പിന്നീട് ആ ആചാര്യനെ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ, നിങ്ങളുടെ നാട്ടുകാരനാണ്, പറക്കോട് MP നമ്പ്യാതിരി സാർ, അത് കേൾക്കാനുള്ള മോഹം വന്നു. അപ്പം നമുക്ക് തോന്നി അതിൽ നിന്ന്. അപ്പം ഒരു ശ്രവണത്തിലൂടെ നമുക്ക് ആ ഭാഗവതത്തിലേക്ക് ഇത്രത്തോളം നമുക്ക് എത്താൻ സാധാരണക്കാരായി നമുക്ക് സാധിച്ചു. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനെ കുറിച്ച് കേൾക്കുക, അത് കിട്ടുന്ന ഒരവസരം എന്ത് ചെയ്യരുത്, പാഴാക്കി കളയണം. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ ഭഗവാനെ നേരിട്ട് കയറി ക്ഷേത്രത്തിനുള്ളിൽ കയറി ദർശിക്കുന്നതിനേക്കാൾ ആനന്ദം നമുക്ക് ആ പുറത്തിരുന്ന് കേട്ടാൽ കിട്ടും. ഒരിക്കൽ അങ്ങനെയൊരു അനുഭവം ഉണ്ടായി. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ ചെന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ അമ്പലത്തിൽ തൊഴിലിട്ട് പുറത്ത് വന്നിരുന്നത് ആ കുളത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ പന്തലിൽ ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ടൊരു സ്വാമി ഇങ്ങനെ ഭഗവാനെ കുറിച്ച് പറയുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അവിടെ വേറെ കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് ഭഗവാനെ കുറിച്ചായിട്ട് അവിടെ പോയിരുന്ന് കേൾക്കാനിരുന്നു. ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് എണീക്കുമ്പോഴാണ് അറിയുന്നത് അമ്പലം അടച്ചു. മനസ്സിലായി? പക്ഷെ ഒരിക്കൽ പോലും മനസ്സിൽ വിഷമം തോന്നിയില്ല ഗുരുവായൂരപ്പനെ കാണാതെ തിരിച്ചു വന്നു എന്നുള്ളത്. കാരണം ആ കേട്ട സമയത്ത് തന്നെ നമുക്ക് ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ ആ പറഞ്ഞ ആളിൻ്റെ മഹത്വം കൊണ്ട്, മനസ്സിലായില്ലേ, നമുക്ക് നേടാൻ സാധിക്കും മനസ്സിൻ്റെ ഭാവത്തിൽ. അപ്പോൾ കേൾവി എന്നത്, ശ്രവണം എന്നത് ഏറ്റവും പ്രധാനമായിരിക്കണം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ വീടുകളിൽ നാമം ജപിക്കുമ്പോൾ ഉറക്കെ ചെല്ലുന്നത്. കാരണം എന്താ? ഞാൻ ചെല്ലുന്നതിലൂടെ മറ്റുള്ളവർ കേൾക്കട്ടെ. മനസ്സിലായില്ലേ? അങ്ങനെ അവരുടെ മനസ്സിൽ ഭഗവാൻ വന്നു ചേരട്ടെ. തൻ്റെ വീട്ടിലുള്ളവരോടുള്ള സ്നേഹം കൊണ്ട് അയലത്തുകാർ വരെ കേൾക്കത്തക്ക രീതി ചെല്ലും ഇല്ലേ? രാമായണം വായിക്കുമ്പോഴൊക്കെ ഇത് ചെല്ലുന്നതിനാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും കളയരുത്. അതിന് പകരം മറ്റൊന്നില്ല. ഭക്തിയെ വളർത്താൻ സാധിക്കുന്ന ഒരു വൃക്ഷത്തിന് എങ്ങനെയാണോ ജലം എന്നതുപോലെ പ്രധാനമാണ് ഭക്തിക്ക് കേൾവി എന്ന് പറയുന്നത്, ശ്രവണം. ആ ശ്രവണമാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഭദ്രം കർണേവ ശൃണുയാമോ ദേവ എന്നും ഉപനിഷത്ത് വാക്യം പറഞ്ഞു. ഭദ്രമായത് കേൾക്കട്ടെ. കേട്ട് കഴിഞ്ഞാൽ അതിലൂടെ ഭഗവാനെ രണ്ട് തരത്തിലാണ് ഭഗവാനെ നേടാൻ പറ്റുന്നത് ശിവപുരാണത്തിൽ പറയും. ഒന്ന് കേൾവിയിലൂടെ, 2 കാഴ്ചയിലൂടെ. അതിലേറ്റവും നല്ല രീതിയിൽ ഭഗവാനെ ഉറപ്പിക്കാനും നേടാനും സാധിക്കുന്നത് കേൾവിയിലൂടെയാണ്. ഏറ്റവും കൂടുതൽ അറിവ് നേടിയ ഇന്ദ്രിയം ഏതാണ്? കാതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ നവതാ ഭക്തിയാണ് ആര്? രുക്മിണി.
ഒരു ജീവൻ നവതാഭക്തിയെ സ്വീകരിച്ചാൽ അതിന് മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും കടന്ന് ആ ജീവൻ എതിലെത്തും? ഭഗവാനിൽ വന്നു ചേരും. അപ്പോൾ നമ്മളും ഒക്കെ രുക്മിണി അല്ലേ? ആവണ്ടേ? രുക്മിണി ആവണ്ടേ? സ്വയംവരം നടത്തണ്ടേ? മനസ്സിലായി? സ്വയംവരത്തിൽ മനസ്സാൽ തന്നെ തീരുമാനിക്കണം, എനിക്ക് എൻ്റെ ഈ ജീവന് ഭഗവാനെ നേടണം. അതാണ് സ്വയംവരം, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇന്നിപ്പോൾ പോയിട്ട് കാഞ്ചീപുരം പട്ടുസാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി മാലയുമായിട്ടൊന്നും വരണ്ട. രുക്മിണിയാവാൻ വേണോ? വേണ്ട. മനസ്സുകൊണ്ട് ഭഗവാനെ നേടണം എന്ന ഉറച്ച തീരുമാനമെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അതിനെന്തൊക്കെ പ്രതിസന്ധിയുണ്ടോ ആ പ്രതിസന്ധികളെയൊക്കെ കടക്കാനുള്ള പ്രയത്നം നടത്തി, അങ്ങനെയല്ലേ രുക്മിണി എത്തിച്ചേർന്നത് അല്ലേ? ആ പ്രയത്നം നടത്തി അതിനനുകൂലമാവേണ്ടത് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ അനുകൂലമാക്കി ഭക്തി കൊണ്ട് വർദ്ധിച്ച പരമപ്രേമം കൊണ്ട് ഭഗവാനെ നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ആണ് ഭാഗവതത്തിലെ രുക്മിണീ സ്വയംവരം നമ്മളെ പഠിപ്പിക്കുന്നത്.